നമസ്കാരം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെന്നെവർ എന്ന് പറയുന്ന വേർഡിനെ പറ്റിയാണ്. നിങ്ങൾ പലവരും വെന്നെവർ എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടുണ്ടാകും. നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വെന്നെവർ എന്ന് പറയുന്നതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ അറ്റ് എനി ടൈം അല്ലെങ്കിൽ എവറി ടൈം, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ എല്ലായ്പ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞൊരു, അതായത് ഏത് സമയത്തും നിങ്ങൾക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം എന്നിങ്ങനെ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെന്നെവർ നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. നമുക്കതേ ആശയത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. വെന്നെവർ വി ഗോ ക്യാമ്പിംഗ് വി ബ്രിങ് എ ടെൻറ്റ് ആൻഡ് സ്ലീപ്പിംഗ് ബാഗ്. അതായത് ക്യാമ്പിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ പറയുകയാണ്, വെന്നെവർ വി ഗോ ക്യാമ്പിംഗ് വി ബ്രിങ് എ ടെൻറ്റ് ആൻഡ് സ്ലീപ്പിംഗ് ബാഗ്. അതായത് ഞങ്ങൾ എപ്പോൾ ക്യാമ്പിങ്ങിന് പോയാലും ഞങ്ങൾ ഒരു ടെൻറ്റും ഒരു സ്ലീപ്പിംഗ് ബാഗും എടുക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ വെന്നെവർ കൊടുത്തിരിക്കുന്നത് ഞങ്ങളെപ്പോൾ അറ്റ് എനി ടൈം, അതായത് ഞങ്ങളെപ്പോൾ ക്യാമ്പിങ്ങിന് പോയാലും എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ വെന്നെവർ യൂസ് ചെയ്തിരിക്കുന്നത്. വെന്നെവറുടെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലത്തെ കുറേ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ജസ്റ്റ് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലൊന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. വെൻ ഷുഡ് ഐ കം ഓവർ ടു യുവർ ഹൗസ്. ഇത് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഞാൻ എപ്പോഴാണ് താങ്കളുടെ വീട്ടിൽ വരേണ്ടത് എന്ന് ഒരാളോട് ചോദിക്കുന്നതാണ്. അപ്പം മറ്റേ ആൾ ആൻസർ പറയുകയാണ് വെന്നെവർ എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാം എന്നാണ് എൻ്റെ ആശയം. അപ്പോൾ നിങ്ങൾക്ക് വെന്നെവർ യൂസ് ചെയ്ത് മാത്രം അതിന് ആൻസർ കൊടുക്കാം, അല്ലെങ്കിൽ വെന്നെവർ യു വാണ്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെന്നെവർ യു വാണ്ട് ടു കം ഓവർ എന്ന് പറയാം, അല്ലെങ്കിൽ വെന്നെവർ യു ആർ റെഡി എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം. ജസ്റ്റ് ഓപ്ഷനാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് വെന്നെവർ എന്ന് പറഞ്ഞാലും ഓക്കെ ആണ്. അതായത് എപ്പോൾ വേണമെങ്കിലും വരാം, ഞങ്ങളവിടെ കാണും, എപ്പോൾ വേണമെങ്കിലും വരാം എന്നാണ് അതിൻ്റെ ആശയം. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. വിൽ ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ഡു ഇറ്റ് ടുമോറോ. അതായത് വർക്ക് ചെയ്യുന്ന ഒരാൾ ഓഫീസ് ടോക്കാണ്, ഇങ്ങനെ പറയുകയാണ്, അവിടുത്തെ ബോസിനോടോ മറ്റുള്ള ഒരാളോട് പറയുകയാണ്, വിൽ ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ഡു ഇറ്റ് ടുമോറോ. ഞാനിത് നാളെ ചെയ്താൽ, ഞാൻ ഈ വർക്ക് നാളെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അടുത്തിരിക്കുന്ന ആൾ പറയുകയാണ്, ബോസ് പറയുന്നത് ഷുവർ വെന്നെവർ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ വെന്നെവർ കൊടുത്തിരിക്കുന്ന ആശയം എപ്പോൾ വേണമെങ്കിലും, നിനക്ക് ഫ്രീ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനാണ്. വിൽ ഇറ്റ് ബി ഓക്കെ ഇഫ് വി മീറ്റ് ടുമോറോ ഇൻസ്റ്റെഡ് ഓഫ് ടുഡേ. അതായത് ഇന്ന് കാണുന്നതിന് പകരം ഞങ്ങൾ നാളെ കണ്ടാൽ ഓക്കെ ആണെന്ന്, നാളെ കണ്ടാൽ കുഴപ്പമുണ്ടോ, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്ത് ഇരിക്കുന്ന ആൾ പറയുകയാണ് ഷുവർ വെന്നെവർ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, ഞാൻ നാളെയും ഫ്രീ ആകും എന്ന് പറഞ്ഞൊരു ആശയം തന്നെയാണ് അവിടെ വെന്നെവറും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെന്നെവറിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. കം ആൻഡ് സീ എസ് വെന്നെവർ യു ആർ ഇൻ ടൗൺ. അതായത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുവാണ്. നീ എപ്പോൾ ടൗണിൽ വന്നാലും കം ആൻഡ് സീ എസ്, ഞങ്ങളെ വന്ന് കാണണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നമുക്ക് നമ്മുടെ കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഉപകാരമാണ്, ഓർത്ത് വെച്ചിരിക്കുക. കം ആൻഡ് സീ എസ് വെന്നെവർ യു ആർ ഇൻ ടൗൺ. നീ ടൗണിലെപ്പോൾ വന്നാലും, നീ എപ്പോൾ ടൗണിലെപ്പോൾ കണ്ടാലും ജസ്റ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് പോകുക എന്ന് പറയുന്നൊരു സെൻറ്റൻസ്. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ ആം എംബറസ്ഡ് വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ എപ്പോൾ അതിനെപ്പറ്റി വിചാരിച്ചാലും ഞാൻ എംബറസ്ഡ് ആകുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. എംബറസ്ഡ് ആകുമെന്ന് വെച്ചാൽ മലയാളത്തിലെ ആശയം എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ്. ആക്ച്വലി എൻ്റെ ആശയം നമ്മൾ ഇറിറ്റേറ്റഡ് ആകത്തില്ല, നമ്മുടെ മൈൻഡ് ഒരു ഇറിറ്റേറ്റഡ് ഭാവത്തിലോട്ടാകത്തില്ല, ആ ഒരു ആശയമാണ്. ഐ എംബറസ്ഡ് വെന്നെവർ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ എപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചാലും എൻ്റെ മൈൻഡ് ഇറിറ്റേറ്റഡ് ആകുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ഐ ട്രൈ ടു ലെറ്റ് ദ കിഡ്സ് ഔട്ട് ടു പ്ലേ വെന്നെവർ പോസിബിൾ. ഒരാൾ പറയുന്നതാണ്, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാറുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ ട്രൈ ടു ലെറ്റ് ദ കിഡ് ഔട്ട് ടു പ്ലേ വെന്നെവർ പോസിബിൾ. സമയം കിട്ടുമ്പോഴൊക്കെ, സാധ്യമാകുമ്പോഴൊക്കെ ഐ ട്രൈ ടു ലെറ്റ് ദ കിഡ് ഔട്ട് ടു പ്ലേ, ഞാൻ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാറുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെയും വെന്നെവർ കൊടുത്തിരിക്കുന്ന ആശയം എപ്പോൾ എന്ന് പറഞ്ഞൊരു ആശയമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ, അറ്റ് എനി ടൈം എന്ന് പറഞ്ഞൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെന്നെവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അടുത്ത സെൻറ്റൻസ് നോക്കാം. വെന്നെവർ ഐ ഫീൽ സ്ട്രെസ്ഡ് ഐ ലൈക്ക് ടു ടേക്ക് എ വാക്ക് ഇൻ ദ പാർക്ക്. എനിക്കെപ്പം അതായത് സ്ട്രെസ് എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് തോന്നത്തില്ല, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെസ്സ് വരത്തില്ല, ആ സ്ട്രെസ്സാണ് അത് ഉദ്ദേശിക്കുന്നത്. വെന്നെവർ ഐ ഫീൽ സ്ട്രെസ് ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദ പാർക്ക്. അതായത് ഞാനെപ്പോൾ സ്ട്രെസ്ഡ് ആയാലും എനിക്ക് പാർക്കിൽ വാക്കിങ്ങിന് പോകുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ വെന്നെവർ കൊടുത്തിരിക്കുന്ന ആശയം എനിക്കെപ്പോൾ സ്ട്രെസ്ഡ് ആയാലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വെന്നെവർ കൊടുത്തിരിക്കുന്നത്.
അതേപോലെ കുറേ സെൻറ്റൻസോട് നോക്കാം. ഐ ആൾവേസ് കീപ്പ് എ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് മീ വെനെവർ ഐ ഗോ ടു ദ ജിം. അതായത് ഞാൻ എപ്പോൾ ജിമ്മിന് പോയാലും ഞാൻ ഒരു ബോട്ടിൽ വാട്ടർ കൈ വെക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ വെനെവർ കൊടുത്തിരിക്കുന്ന ആശയം ഞാൻ എപ്പോൾ ജിമ്മിൽ പോയാലും എപ്പോഴും ഞാൻ ജിമ്മിൽ പോയാലും എന്ന് പറഞ്ഞാൽ അതേ മലയാള ആശയം തന്നെയാണ് ഇവിടെ വെനെവർ കൊടുത്തിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഐ ട്രൈ ടു എക്സസൈസ് വെനെവർ ഐ ഹാവ് സം ഫ്രീ ടൈം. അതായത് എനിക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും ഞാൻ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വെനെവർ ചേർത്തിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ജസ്റ്റ് റിമെമ്പർ ഐ വിൽ ആൾവേസ് ബി ദെയർ വെനെവർ യു നീഡ് ബി. ഈ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കോൺവെർസേഷനിൽ കേട്ടിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഐ ആൾവേസ് ബി ദെയർ വെനെവർ യു നീഡ് മീ. അതായത് നിനക്ക് എന്നെ എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ഐ ആൾവേസ് ദെയർ, ഞാൻ അവിടെ കാണും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഏത് സമയത്തും നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ കാണും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെനെവർ ചേർത്തിരിക്കുന്നത്. അതേപോലെ 2 സെൻറ്റൻസ് കൂടെ നോക്കാം. ജസ്റ്റ് നമ്മുടെ ഡെയിലി കോൺവെർസേഷൻ ഇതൊക്കെ വരുന്നതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത്. വെനെവർ യു ആർ ഹംഗ്രി യു ക്യാൻ കം ബൈ. അതായത് നിനക്ക് എപ്പോൾ വിശപ്പ് തോന്നിയാലും നിനക്ക് എൻ്റെ വീട്ടിലോട്ട് വരാം, നമ്മൾ ക്ഷണിക്കുവാണ്, എൻ്റെ വീട്ടിലോട്ട് വരാം, നിനക്ക് ഭക്ഷണം എടുത്ത് കഴിയാം, ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിനക്ക് എപ്പോൾ വിശപ്പ് തോന്നിയാലും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെനെവർ ചേർത്തിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഐ ക്യാൻ സീ ഹെർ വെനെവർ ഐ വാണ്ട് ടു. എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മലയാളത്തിൽ പറഞ്ഞ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ വെനെവർ കൊടുത്തിരിക്കുന്ന ആശയം എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെനെവർ ചേർത്തിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നിങ്ങനെ പറയുവാനായിട്ടും നമ്മൾ വെനെവർ യൂസ് ചെയ്യാറുണ്ട്. അറ്റ് എനി ടൈം എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെനെവർ ചേർക്കാറുണ്ട്. അതാണ് ഒന്നാമത്തെ ആശയം, അതാണ് മെയിൻ ആശയം, ഓർത്ത് വച്ചിരിക്കാം. ഇനി രണ്ടാമതായിട്ട് വെനെവർ നമ്മൾ ചിലപ്പോൾ വെന്നിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അതെപ്പോഴാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് സർപ്രൈസ് ആയിട്ട് നമ്മൾ പറയുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് ഞെട്ടി, നടക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഞെട്ടി, അല്ലെങ്കിൽ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടിയിട്ട് നമ്മൾ ഈ വെനെവർ ചേർത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറയാറുണ്ട്. വെൻ എന്നുള്ള ക്വസ്റ്റ്യന് പകരം. വെൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴെന്നല്ലേ, വെന്നെന്നല്ലേ ആ വേർഡിൻ്റെ അർത്ഥം. വെൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എപ്പോഴെന്നല്ലേ. അപ്പോൾ ആ എപ്പോഴെന്ന് പറയാൻ തന്നെ നമ്മൾ വെനെവർ ചേർക്കും. അറ്റ് എനി ടൈം എന്നുള്ള അതേ വേർഡ് വെനെവർ എന്ന് പറഞ്ഞ ആ വേർഡ് നമ്മൾ വെന്നിന് പകരമായിട്ട് നമ്മൾ ചേർത്ത് പറയും. നമുക്ക് നോക്കാം. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ സെൻറ്റൻസ് നമ്മൾ കൺഫ്യൂസ് ആക്കും. അതെന്താണ് ഇങ്ങനെ വെനെവറും ഒരു സെൻറ്റൻസ് കൂടെ വന്നാൽ അതെങ്ങനെ യോജിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോൾ. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തോന്നിപ്പോവും. നോക്കാം. വെനെവർ ഡു യു ഗെറ്റ് ദ ടൈം ടു ഡു ദിസ് തിങ്സ്. അതായത് ആ ക്വസ്റ്റ്യൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, അതായത് ഒരാൾക്ക് ഒരുപാട് വർക്കുകൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് വേറൊരാൾ ചോദിക്കുകയാണ്, വെനെവർ ഡു യു ഗെറ്റ് ദ ടൈം ടു ഡു ദിസ് തിങ്. ഈ കാര്യങ്ങളൊക്കെ നീ എപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടുക എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ വെന്നിന് പകരം അവിടെ വെനെവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു എംഫസൈസ് ചെയ്ത് സംസാരിക്കുകയാണ്, കണ്ടു ഞെട്ടി ആ സർപ്രൈസിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, എംഫസൈസ് ചെയ്ത് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് അവിടെ വെനെവർ ചേർത്തിരിക്കുന്നത്. ആക്ച്വലി വെന്ന് ചേർത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട സെൻറ്റൻസാണ്. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് വെനെവർ യൂസ് ചെയ്യുന്നത് കാണാം. കോൺവെർസേഷനിൽ വെനെവർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ജസ്റ്റ് വെന്നിൻ്റെ അതേ ആശയം തന്നെയാണ്, അതായത് വെന്നിൻ്റെ ആശയം തന്നെയാണ്. നമുക്ക് 2 സെൻറ്റൻസുകൾ നോക്കാം. വെനെവർ ഡിഡ് ദേ ബിക്കം സച്ച് എ ഗുഡ് ഫ്രണ്ട്സ്. അതായത് ഒട്ടും സുഹൃത്തുക്കളല്ലാതെ 2 പേരെ കണ്ടിട്ട് പെട്ടെന്ന് അവർ സുഹൃത്തുക്കളായപ്പം ഇത് കണ്ടിരുന്ന വേറൊരാൾ പറയുകയാണ്, വെനെവർ ഡിഡ് ദേ ബിക്കം സച്ച് ഗുഡ് ഫ്രണ്ട്സ്. അവരെപ്പോഴാണ് ഇത്ര നല്ല സുഹൃത്തുക്കളായത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ വെന്ന് ചൂസ് ചെയ്ത് സംസാരിക്കേണ്ട സെൻറ്റൻസാണ്. വെനെവറാണ് കൊടുത്തിരിക്കുന്നത്. ആ വെനെവർ കൊടുക്കുന്നത് ആ എംഫസൈസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മലയാളത്തിൽ നമ്മൾ സംസാരിക്കാറില്ല ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുക, നമ്മൾ പല ശൈലികളൊക്കെ യൂസ് ചെയ്യാറില്ല. അതേപോലെ വെനെവർ ചേർത്ത് സംസാരിച്ചതേ ഉള്ളൂ. ജസ്റ്റ് വെന്നിൻ്റെ അതേ ആശയം തന്നെയാണ്, വെന്നിൻ്റെ എപ്പോഴെന്നുള്ള അതേ ആശയം തന്നെയാണ്. സംസാരിക്കുന്ന ഒരു ശൈലിയിൽ ജസ്റ്റ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെനെവർ വേർഡ് എടുത്തതേ ഉള്ളൂ. 2 സെൻറ്റൻസ് കൂടെ നോക്കാം. വെനെവർ ഡിഡ് ദേ ബിക്കം സച്ച് എ ഫാഷൻ ഐക്കൺസ്. അതായത് ഒരു ഫാഷനുമായിട്ടൊരു എന്താ പറയുക, ഫാഷൻ അറിയാമല്ലോ, ഫാഷൻ ടെക്നോളജി ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ചാൻസും ഇല്ലാത്ത ആൾക്കാർ ഐക്കൺ ആയപ്പോൾ വേറൊരാൾ കണ്ടു പറയുകയാണ്, വെനെവർ ഡിഡ് ദേ ബിക്കം സച്ച് എ ഫാഷൻ ഐക്കൺസ്. അവരെപ്പോഴാണ് ഐക്കൺസ് ആയത്, ഫാഷൻ ഐക്കൺ ആയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഒരു ചാൻസും ഇല്ലാത്തൊരു ഫാഷൻ ഐക്കൺ ആയപ്പോൾ
ഒരാൾ കണ്ടു പറയുകയാണ്, സർപ്രൈസായി കണ്ടു പറയുകയാണ്. അപ്പോൾ അവിടെ വെന്നിന് പകരമാണ് വെന്നെവർ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ സർപ്രൈസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വെന്നെവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം കൂടെ നോക്കാം. വെന്നെവർ ഡിഡ് ദിസ് സ്മോൾ ടൗൺ ബിക്കം സോ ക്രൗഡഡ്. അതായത് ഒരാൾ ഒരു ചെറിയ, അതായത് വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സിറ്റി നേരത്തെ കണ്ടിട്ട് പെട്ടെന്ന് അയാൾ കുറച്ചൊരു വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വലിയ സിറ്റിയായി മാറി കണ്ടപ്പം അദ്ദേഹം ജസ്റ്റ് ഞെട്ടിപ്പറയുകയാണ്, വെന്നെവർ ഡിഡ് ദിസ് സ്മോൾ ടൗൺ ബിക്കം സോ ക്രൗഡഡ്. എപ്പോഴാണ് ഈ ടൗൺ ഇത്ര വലുതായത് എന്ന് ജസ്റ്റ് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ വെന്നിന് പകരം വെന്നെവറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഞെട്ടൽ, ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെന്നെവർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെന്നെവറിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വെന്നെവർ അറ്റ് എനി ടൈം എന്നുള്ള മീനിങ് ആണ് അതിൻ്റെ മെയിൻ മീനിങ്. രണ്ടാമത്തെ ആശയം എംഫസൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്, അതും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആകല്ലേ വെന്നെവർ എന്തിനാണ് ഈ സെൻറ്റൻസിൽ ചേർത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ട് കൺഫ്യൂസ് ആകല്ലത്. കൂടുതലായിട്ടും നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യാറില്ല, നമ്മൾ ഡയറക്റ്റ് വെൻ ചേർത്ത് നമ്മൾ സംസാരിക്കത്തുള്ളൂ. നമ്മൾ വെന്നെവർ ചേർത്ത് ചിന്തിക്കത്തില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് അവിടെ ജനിച്ചവരല്ലോ, നമ്മളങ്ങനെ ചിന്തിച്ച് വരത്തില്ല. പക്ഷെ അവർ യൂസ് ചെയ്യും. അപ്പം മനസ്സിലാക്കുക, നമുക്ക് യൂസ് ചെയ്യാം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.